ഈ ഈഗോ എന്ന് പറഞ്ഞൊരു സാധനം അതൊന്ന് സറണ്ടർ ചെയ്യണം. എഴുന്നേറ്റെന്ന് പറഞ്ഞു ടീച്ചർ ചെയ്തത് ശരിയല്ല, തെറ്റാണെന്ന് പറഞ്ഞു. അവരതിൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ഒരിക്കലും ഒരു അധ്യാപികയ്ക്ക് ചേർന്നതല്ല. നമുക്ക് തിരുത്താനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ സമാധാനമുണ്ട്. നമ്മളെല്ലാം പാരൻസ് പറയുന്നത് കേട്ട് അല്ലെങ്കിൽ നമ്മുടെ എൽഡേഴ്സ് പറഞ്ഞു കേട്ട് വളർന്നിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു ഏജ് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഏജും നമ്മളെക്കാട്ടിൽ എത്ര മൂത്തതാണ് എന്നുള്ളതല്ല, ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന ശരികളും തെറ്റുകളും എപ്പോഴും യഥാർത്ഥത്തിൽ ശരികളായിരിക്കണം എന്നില്ല എന്നുള്ളതാണ്. അപ്പം പക്ഷേ ടീച്ചേഴ്സ് ആവട്ടെ പാരൻസ് ആവട്ടെ തിരിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെയല്ലേ, ഒന്ന് മാറ്റി ചിന്തിച്ചുകൂടെ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോസസ്സ് അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിവേഴ്സ് പാരന്റിങ് എത്രത്തോളം നമ്മുടെ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്? റിവേഴ്സ് പാരന്റിങ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മളുടെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഈഗോ എന്ന് പറഞ്ഞൊരു സാധനം അതൊന്ന് സറണ്ടർ ചെയ്യണം. കാരണം ടീച്ചേഴ്സിൻ്റെ ഞാൻ പറഞ്ഞില്ലേ 99% നല്ല ടീച്ചേഴ്സ് തന്നെയാണ്. അതിൽ ചിലർ കുട്ടികൾ അവരെ തിരുത്തിക്കും. ഇപ്പം മാം ഇങ്ങനെയല്ല, മാം ചെയ്തത് തെറ്റാണ്. ഇപ്പം ചിലപ്പം ഒരു ക്ലാസ്സിൽ നിന്നിട്ട് അവൻ്റെ ഒരു ഫ്രണ്ടിനെ ആയിരിക്കും ചിലപ്പോൾ ഈ ഇരട്ടപ്പേരിട്ട് വിളിക്കാന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ചെയ്തപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റെന്ന് പറഞ്ഞു ടീച്ചർ ചെയ്തത് ശരിയല്ല, തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ ഒരു ഫ്ലോയിൽ അവർ സോറി പറഞ്ഞു. പക്ഷെ പിന്നീട് ഈ കുട്ടിയെടുത്ത് മറ്റേ കുട്ടിയെടുത്ത് അവർ പാച്ചപ്പായി, ഈ കുട്ടിയെ അവർക്ക് ഭയങ്കര ദേഷ്യമായി, മുഖത്ത് നോക്കത്തില്ല. അപ്പോൾ ഇതിന് ഭയങ്കര സങ്കടമായി. ഇതിന് നല്ല മാർക്ക് കിട്ടി, ഇതിന് അവരോട് പറയണം. അവിടെ പറയാൻ ചെന്നിട്ട് പോലും അവരതിൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ഒരിക്കലും ഒരു അധ്യാപികയ്ക്ക് ചേർന്നതല്ല. അതേപോലെ തന്നെ പാരൻസിന് ഒരുപാട് ഇപ്പം എൻ്റെ മോൾക്ക് 23 വയസ്സാണ്. അവളാണ് പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരും. തെറ്റാണ് അമ്മ ചെയ്തത്, ശരിയല്ല, തെറ്റാണ്. അത് നമുക്ക് ആലോചിച്ച് തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താം. നമുക്ക് തിരുത്താനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ സമാധാനമുണ്ട്, അല്ലേ? എല്ലാ മനുഷ്യരിലും ഈഗോ ഒക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്നങ്ങ് ഈ ഒരു പ്രായം കൂടുന്നതിനനുസരിച്ച്, പക്ഷേ തിരുത്തിയാൽ ആ ബന്ധം നന്നായിട്ട് പോവുകയാണെങ്കിൽ ആ കുട്ടിക്കും അവിടെ ഒരു എന്താ പറയുക ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. നേരെ മറിച്ച് നമ്മളുടെ ഇതിൽ പിടിച്ചിങ്ങനെ നിൽക്കുവാണെങ്കിൽ അവർക്കും ഈ പറഞ്ഞിട്ട് ഇമോഷൻസ് ഒക്കെ ഭയങ്കര ഇതായി, ബോഡി സ്റ്റിഫായി അവരിലും. അപ്പം നമ്മൾ അച്ഛനാവട്ടെ അമ്മയാവട്ടെ അധ്യാപകരാകട്ടെ കുഞ്ഞുങ്ങളാണെങ്കിലും അവർ പറയുന്ന നല്ല പോയിന്റ് ആണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാം.